നമസ്തേ, ഞാൻ ശിവൻ, പാല ബെർലിൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും. നീറ്റ് 2021 ഓൾ ഇന്ത്യ റാങ്കിനനുസരിച്ച് mcc.nic.in എന്ന വെബ്സൈറ്റ് വഴിയുള്ള MBBSൻ്റെയും BDSൻ്റെയും BSc നേഴ്സിംഗിൻ്റെയും രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റ് നടപടിക്രമങ്ങൾ ഇന്ന് ആരംഭിക്കുന്നു. ഫെബ്രുവരി 17 മുതൽ ഓൾ ഇന്ത്യ തലത്തിലുള്ള ഗവൺമെൻറ് MBBSനും ഗവൺമെൻറ് BDSനും അതുപോലെ തന്നെ AIIMS, JIPMER, ESI മെഡിക്കൽ കോളേജുകളെ IP വാർഡുകൾക്കായിട്ടുള്ള MBBS, BSc നേഴ്സിംഗ് കോളേജുകൾക്ക്, അതുപോലെ തന്നെ ഡീംഡ് മെഡിക്കൽ കോളേജുകളിലെ MBBS, BDS, ഇത്രയും ഓപ്ഷൻസാണ് MCCയുടെ വെബ്സൈറ്റ് വഴി നമുക്ക് നീറ്റ് 2021 ഓൾ ഇന്ത്യ റാങ്കിനനുസരിച്ച് അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാവുന്നത്. ആദ്യം നമുക്കിതിൻ്റെ ഷെഡ്യൂളിലൂടെ ഒന്ന് കണ്ണോടിക്കാം. അതിനുശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് ഓപ്ഷൻ കൊടുക്കേണ്ടതെന്ന് കൂടി വിശദമായി ഒന്ന് പരിശോധിക്കാം. ഫെബ്രുവരി 16 മുതൽ ഫെബ്രുവരി 21 ഉച്ച 12 മണി വരെയാണ് പുതിയതായി രജിസ്റ്റർ ചെയ്യാനുള്ള അവസരം. ഒന്നാം ഘട്ട അലോട്ട്മെൻറ്റിൽ രജിസ്ട്രേഷൻ ഫീസ് അടച്ച് രജിസ്റ്റർ ചെയ്ത ആരും ഇപ്പോൾ പുതിയതായി രജിസ്റ്റർ ചെയ്യേണ്ടതില്ല. ഒന്നാം ഘട്ട അലോട്ട്മെൻറ്റിൽ നിങ്ങൾ പങ്കെടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ, രജിസ്ട്രേഷൻ ഫീസ് അടച്ചിട്ടില്ലായിരുന്നെങ്കിൽ വേണമെങ്കിൽ വേണമെങ്കിൽ ഈ രണ്ടാം ഘട്ടത്തിൽ നിങ്ങൾക്ക് പ്രവേശിക്കാം. അങ്ങനെ രണ്ടാം ഘട്ടത്തിൽ മാത്രം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഫെസിലിറ്റിയാണ് 16 മുതൽ 21 വരെ. ഒന്നാം ഘട്ടത്തിൽ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികളും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് ഫ്രീ എക്സിറ്റിലൂടെ അത് ഉപേക്ഷിച്ച് എല്ലാ കുട്ടികൾക്കും പുതിയതായി രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടില്ല. അവർ ലോഗിൻ ചെയ്തിട്ട് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്താൽ മാത്രം മതിയാകും. എന്നാൽ ഒന്നാം ഘട്ട അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാത്തവർക്ക് ന്യൂ രജിസ്ട്രേഷൻ എന്ന വിൻഡോ വഴി തങ്ങളുടെ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്ത് രജിസ്ട്രേഷൻ ഫീസ് ജനറൽ വിഭാഗത്തിന് 10,000 രൂപയും OBC SC/ST വിഭാഗത്തിന് 5,000 രൂപയും അടച്ചുകൊണ്ട് ഗവൺമെൻറ് MBBS BDSന് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാം. ഡീംഡ് മെഡിക്കൽ കോളേജുകളിലെ MBBSനോ BDSനോ ആണ് രജിസ്റ്റർ ചെയ്യേണ്ടതെങ്കിൽ 2,05,000 രൂപയായിരിക്കും രജിസ്ട്രേഷൻ ഫീസ്. ഈ ഘട്ടത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. നമുക്കൊരു അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ ആ അലോട്ട്മെൻറ്റിൽ ലഭിച്ച കോളേജിൽ നമ്മൾ എല്ലാ സർട്ടിഫിക്കറ്റിലും കൊടുത്ത് ചേർന്നില്ല എങ്കിൽ ഈ രജിസ്ട്രേഷൻ ഫീസ് നമുക്ക് നഷ്ടപ്പെടും. നമ്മൾ ആ കോളേജിൽ ചെന്ന് സർട്ടിഫിക്കറ്റിലെല്ലാം കൊടുത്ത് അവിടെ അഡ്മിഷൻ എടുത്താൽ തുടർന്നുള്ള 4.5 വർഷം നമ്മൾ പഠിക്കുന്നതും ആ കോളേജിലെ MBBSനോ BDSനോ ആയിരിക്കും. പിന്നീട് യാതൊരു മാറ്റവും അനുവദിക്കുന്നതല്ല. അപ്പോൾ ആ രജിസ്ട്രേഷൻ പ്രോസസ്സ് പുതിയതായി ആർക്കെങ്കിലും പ്രവേശിക്കണമെങ്കിൽ 16 മുതൽ 21 12 മണി വരെ നമുക്ക് MCCയുടെ വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്യാം. അതിനുശേഷം എല്ലാ കുട്ടികൾക്കും നീറ്റ് 2021 റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ച എല്ലാ കുട്ടികൾക്കും 17 മുതൽ 21 രാത്രി 12 മണി വരെ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാം. അതായത് ഇന്ന റാങ്കുള്ള കുട്ടികൾക്ക് ഇന്ന ഓപ്ഷൻ കൊടുക്കാവൂ എന്നില്ല. എല്ലാ അർഹതയുള്ള റാങ്ക് ലിസ്റ്റിലുള്ള കുട്ടികൾക്കും ഈ അവൈലബിൾ ആയിട്ടുള്ള മുഴുവൻ ചോയ്സുകളും ഫില്ല് ചെയ്യാനുള്ള അവസരം 21 രാത്രി 12 മണി വരെയാണുള്ളത്. നമുക്ക് കിട്ടുകയില്ലയോ എന്നുള്ള സാങ്കേതികത്വങ്ങളൊന്നും നോക്കാതെ എല്ലാ കുട്ടികൾക്കും നമുക്ക് അർഹതയുള്ള ഓപ്ഷൻസ് കൊടുക്കുക. അങ്ങനെ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നത് 26 ഫെബ്രുവരി 26 നമുക്ക് ഒരു കോളേജ് അലോട്ട് ചെയ്യപ്പെടും. നമ്മൾ 100 ഓപ്ഷൻ കൊടുത്തിരുന്നു എന്ന് വിചാരിക്കുക. അതിനകത്ത് നമ്മളുടെ റാങ്ക് വരുമ്പോൾ നമ്മളെ ഒന്നാമത്തെ ഓപ്ഷൻ മുതൽ പരിശോധിച്ച് നമുക്ക് കിട്ടാൻ അർഹതയുള്ള ഒരു സീറ്റ്, ചിലപ്പോൾ 50ാമത്തെ സീറ്റായിരിക്കും വേക്കൻസി ഉള്ളത്, ആ സീറ്റ് നമുക്ക് അലോട്ട് ചെയ്യപ്പെടും. അങ്ങനെ ആ ഒരു സീറ്റ് അലോട്ട് ചെയ്യപ്പെടുന്നത് നമുക്ക് MCCയുടെ വെബ്സൈറ്റ് വഴി അറിയാൻ പറ്റുന്നത് 26 27 മുതൽ മാർച്ച് 5 വരെയാണ് ജോയിനിങ് ഡേറ്റ്. ഒന്നാം ഘട്ടത്തിൽ ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടിയിരിക്കാം, അല്ലെങ്കിൽ പുതിയതായിട്ട് കിട്ടുന്നതായിരിക്കാം. ഏതായിരുന്നാലും ആ കുട്ടികൾ 27 മുതൽ മാർച്ച് 5 ആ കോളേജിൽ, പുതിയതായി കിട്ടിയ കോളേജിൽ എല്ലാ സർട്ടിഫിക്കറ്റിലും കൊടുത്ത് അഡ്മിഷൻ എടുത്ത് അവിടെ തുടർന്ന് പഠിക്കേണ്ടതാണ്. പിന്നീടൊരു മാറ്റം അനുവദിക്കുന്നതല്ല. 26 ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് നമ്മൾ ചേർന്നില്ല എങ്കിൽ നമുക്ക് കിട്ടിയ അലോട്ട്മെൻറ്റും അടച്ച രജിസ്ട്രേഷൻ ഫീസും നഷ്ടപ്പെടുകയും ചെയ്യും. ഒന്നാം ഘട്ടത്തിൽ നമുക്കൊരു കോളേജ് കിട്ടിയിരുന്നു, നമ്മൾ അപ്ഗ്രഡേഷൻ പറഞ്ഞിരുന്നു, നമ്മൾ അതനുസരിച്ച് ഓപ്ഷൻസ് എല്ലാം ഫില്ല് ചെയ്തു, നമുക്ക് പുതിയൊരു കോളേജ് കിട്ടി. അപ്പം ഒന്നാം ഘട്ടത്തിൽ കിട്ടിയ കോളേജ് നമുക്ക് നഷ്ടപ്പെട്ടു. ക്ലിയർ ആണല്ലോ? ഒന്നാം ഘട്ടത്തിൽ നമുക്കൊരു കോളേജ് കിട്ടിയിരുന്നു, നമ്മളവിടെ പോയി എല്ലാം ചേർന്നതാണ്, ഫീസൊക്കെ അടച്ചതാണ്. പക്ഷേ അപ്ഗ്രഡേഷൻ എസ് എന്ന് പറഞ്ഞിരുന്നു, നമുക്ക് അപ്ഗ്രഡേഷൻ എസ് എന്ന് പറഞ്ഞു. നമ്മൾ രണ്ടാം ഘട്ടത്തിൽ ചോയ്സ് എല്ലാം ഫില്ല് ചെയ്തു. 26 പുതിയൊരു കോളേജ് കിട്ടി. അങ്ങനെ പുതിയൊരു കോളേജ് കിട്ടിയാൽ രണ്ടാം ഘട്ടത്തിൽ കിട്ടിയ കോളേജിൽ നമ്മൾ ചേരാൻ നിർബന്ധിതരാണ്.
ഒന്നാം ഘട്ടത്തിൽ കിട്ടിയത് നഷ്ടപ്പെട്ടു. അതിനേക്കാളും നമ്മൾ താല്പര്യമുണ്ടെന്ന് വില്ലിങ്നെസ് ടെസ്റ്റ് പറഞ്ഞതുകൊണ്ടാണ് രണ്ടാം ഘട്ടത്തിൽ നമ്മൾ പരിഗണിച്ചതും നമ്മൾ കൊടുത്ത ഓപ്ഷൻ അനുസരിച്ചാണ് നമുക്ക് രണ്ടാം ഘട്ടത്തിൽ കിട്ടിയത്. രണ്ടാം ഘട്ടത്തിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്കിത് വേണ്ട, ഒന്നാം ഘട്ടത്തിലെ നിലനിർത്താനാവില്ല, അതിനേക്കാളും നല്ലത് മാത്രമേ രണ്ടാം ഘട്ടത്തിൽ കൊടുക്കാവൂ, രണ്ടാം ഘട്ടത്തിൽ കിട്ടിയ കോളേജിൽ നമുക്ക് ചെന്ന് ചേരാം. അപ്പോൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ആദ്യത്തെ റൗണ്ടിൽ കിട്ടിയ കോളേജിൽ നമ്മൾ ചെല്ലണം. ഈ അലോട്ട്മെന്റ് മെമ്മോ കാണിച്ചിട്ട് അവിടുന്ന് സർട്ടിഫിക്കറ്റുകളും TCയും അടച്ച പൈസയും എല്ലാം തിരികെ മേടിച്ച് ഈ മാർച്ച് 5-ാം തീയതിക്കുള്ളിൽ പുതിയ കോളേജിൽ ചെന്ന് ചേർന്ന് നമുക്ക് പഠിത്തം തുടരാം. ഇനി നമ്മൾ അങ്ങനെ ചേർന്നില്ല എങ്കിൽ, അതായത് ഒന്നാം ഘട്ടത്തിൽ ചേർന്നിരുന്നു, നമുക്ക് അലോട്ട്മെന്റ് രണ്ടാം ഘട്ടത്തിൽ കിട്ടി, നമ്മൾ ഒന്നാം ഘട്ടത്തിൽ കിട്ടിയ കോളേജിൽ പോയി സർട്ടിഫിക്കറ്റ് ഒക്കെ മേടിച്ചു, രണ്ടാം ഘട്ടത്തിൽ ചേർന്നില്ലെങ്കിലും നമുക്ക് ഈ 1-ലും 2-ലും കിട്ടിയ കോളേജുകളെല്ലാം നഷ്ടപ്പെട്ടു, രജിസ്ട്രേഷൻ ഫീസും നഷ്ടപ്പെട്ടു. മൂന്നാമത്തെ റൗണ്ടിൽ പുതിയതായി രജിസ്ട്രേഷൻ ഫീസ് അടച്ച് ഏതൊക്കെ കോളേജുകളിലാണോ വേക്കൻസി ഉള്ളത് ആ കോളേജിലോട്ട് മാത്രമായി ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ അനുവദിക്കുകയും ചെയ്യും. ഇതാണ് രണ്ടാം ഘട്ടത്തിൻ്റെ ഷെഡ്യൂൾ. മാർച്ച് 5-ാം തീയതിയാണ് അവസാനിക്കുന്നത്. ഇതിനുശേഷം മാർച്ച് 8-ാം തീയതിയോടെയാണ് കേരളത്തിലെ MBBS BDSന്റെ അലോട്ട്മെന്റ് പ്രോസസ്സുകൾ തുടങ്ങുന്നത്. രണ്ടാം ഘട്ടത്തിൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് ചെറുതായി നമുക്കൊന്ന് നോക്കാം. എല്ലാവരും പുതിയതായി ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു. സാധാരണ സ്റ്റേറ്റ് കൗൺസിലിങ്ങിന് കേരള അലോട്ട്മെന്റിലൊക്കെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ എല്ലാം അവിടെ നിലനിൽക്കും. രണ്ടാം ഘട്ടത്തിൽ വേണമെങ്കിൽ നമ്മൾ കൺഫർമേഷൻ ചെയ്താൽ മതി. പക്ഷേ MCCയുടെ വെബ്സൈറ്റ് വഴി അങ്ങനെയല്ല. നമ്മൾ ഒന്നാം ഘട്ടത്തിൽ 100 ഓപ്ഷൻസ് കൊടുത്തിരുന്നെങ്കിൽ അതിൻ്റെ അലോട്ട്മെന്റ് പ്രോസസ്സ് നടപടികൾ തീർന്നു പൂർണ്ണമായി. ഇനി രണ്ടാം ഘട്ടത്തിൽ നമ്മളെ പരിഗണിക്കണമെങ്കിൽ നമ്മൾ എല്ലാ ചോയ്സുകളും, നമുക്ക് താല്പര്യമുള്ള എല്ലാ ചോയ്സുകളും ആദ്യം മുതൽ കൊടുക്കണം. നമുക്ക് AIIMS ഡൽഹി മുതൽ AIIMS ഡൽഹി, JIPMER കേരളത്തിലെ കോഴിക്കോടോ തിരുവനന്തപുരമോ മറ്റുള്ള സ്റ്റേറ്റുകളിലെ ഓപ്ഷൻസോ നമ്മൾ ഒന്നാം ഘട്ടത്തിൽ കൊടുത്ത ഓരോ ഓപ്ഷനും ഒരു കുട്ടിക്കും ഒന്നാം ഘട്ടത്തിൽ കിട്ടിയവരാവാം, കിട്ടാത്തവരാവാം, പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യുന്നവരാകാം, ആരായിരുന്നാലും മുഴുവൻ കുട്ടികളും രണ്ടാം ഘട്ടത്തിൽ നമ്മളെ പരിഗണിക്കണമെങ്കിൽ പുതിയതായി ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തണം, ചോയ്സ് ഫില്ലിംഗ് നടത്തണം. രജിസ്ട്രേഷൻ ആദ്യമുള്ളവർക്ക് അത് തന്നെ മതി, പക്ഷേ ചോയ്സ് ഫില്ലിംഗ് എല്ലാ കുട്ടികളും നിർബന്ധമായും ചെയ്തിരിക്കണം. ഒന്നാം ഘട്ടത്തിൽ കിട്ടിയവർ അതിനേക്കാളും മുകളിലുള്ളത് മാത്രം, ജിപ്മറാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ ഡൽഹി മാത്രമേ ഇപ്പം നോക്കുന്നുള്ളെങ്കിൽ AIIMS ഡൽഹി മാത്രം കൊടുത്താൽ മതിയാകും. ജിപ്മർ കിട്ടിയ കോളേജ് വീണ്ടും കൊടുക്കേണ്ടതായിട്ടില്ല. നമുക്ക് ഒന്നാം ഘട്ടത്തിൽ ഒരു കോളേജ് കിട്ടിയതിനേക്കാളും നമുക്ക് താല്പര്യമുള്ള കോളേജ് മാത്രം രണ്ടാം ഘട്ടത്തിൽ കൊടുക്കണം. കഴിഞ്ഞ വർഷങ്ങളിലെ സ്ഥിതി നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഓൾ ഇന്ത്യ അലോട്ട്മെന്റിന്റെ രണ്ടാം ഘട്ടത്തിലോടുകൂടി ഗവൺമെന്റ് MBBSന്റെ 80% സീറ്റുകളും ഈ രണ്ടാം ഘട്ടത്തോടെ നികത്തപ്പെടും, ഫില്ല് ചെയ്യപ്പെടും. BDSന്റെ ഏതാണ്ട് 50% സീറ്റുകളും ഗവൺമെന്റ് മേഖലയിൽ ഈ ഓൾ ഇന്ത്യ വഴിയുള്ളത് ഫില്ല് ചെയ്യപ്പെടും. നമ്മൾ AIIMSന്റെ കോളേജുകളിലെ 20 AIIMS മെഡിക്കൽ കോളേജുകളിലെ MBBSന്റെയും 90% സീറ്റുകളും ഈ രണ്ടാം ഘട്ടത്തിൽ നികത്തപ്പെടും. അതുപോലെ തന്നെ ESI IP വാർഡുകളുടെയും ഏതാണ്ട് 90% സീറ്റുകളും ഈ രണ്ടാമത്തെ റൗണ്ടിൽ ചോയ്സ് ഫില്ല് നടത്തപ്പെടും. അതിൻ്റെ അഡ്മിഷൻ ഫുൾ സീറ്റുകൾ കംപ്ലീറ്റ് ആവും. അതുപോലെ തന്നെ ഡീംഡ് മെഡിക്കൽ കോളേജുകളുടെയും 90% സീറ്റുകളും ഈ രണ്ടാം ഘട്ടത്തിലാണ് നികത്തപ്പെടുന്നത്. അതുകൊണ്ട് ഇവിടെ നമുക്ക് സെലക്ട് ചെയ്ത് ഓപ്ഷൻ കൊടുക്കുന്നത് നല്ല രീതിയാണെന്ന് തോന്നുന്നില്ല. നമുക്ക് താല്പര്യമുള്ള മാക്സിമം ഓപ്ഷൻസ് എല്ലാ കുട്ടികളും ഏറ്റവും കൂടുതൽ ഓപ്ഷൻസ് കൊടുക്കേണ്ടത് ഈ രണ്ടാം ഘട്ടത്തിലാണ്. മൂന്നാമത്തെ റൗണ്ടിൽ നമുക്ക് വേക്കൻസി ഉള്ള സീറ്റുകളിൽ മാത്രമേ ഓപ്ഷൻ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ രണ്ടാം ഘട്ടത്തിൽ എല്ലാ കുട്ടികൾക്കും മാക്സിമം ഓപ്ഷൻ കൊടുക്കണം. ഇപ്പം നമുക്ക് കേരളത്തിലെ ഒരു സീറ്റുകളൊക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നവരാണ്, ഒട്ടുമിക്ക പേരും കേരളത്തിൽ എന്താണ് സ്ഥിതി, കേരളത്തിൽ ഒരു അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ പോലും ഓൾ ഇന്ത്യ ഘട്ടത്തിൽ മാക്സിമം ഓപ്ഷൻ കൊടുക്കുക. അങ്ങനെ കൊടുത്തിട്ടൊരു അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് വിചാരിക്കുക, നിങ്ങൾ ആ കോളേജിൽ ചെന്ന് നോക്കുക എന്താണ് അവിടുത്തെ സ്ഥിതി. ഓരോ സ്റ്റേറ്റിലെയും ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം ഒരു കാരണവശാലും മോശമാവില്ല. അവിടെ ചെന്ന് നമുക്ക് നോക്കുക ആ കോളേജ് എങ്ങനെയുണ്ട് എന്ന്. നമുക്ക് പഠിക്കാൻ പറ്റിയവരാണെങ്കിൽ പിന്നീടുള്ള സാധ്യതകൾ നോക്കാതെ ആ കോളേജിൽ ചേർന്ന് അവിടെ 4.5 വർഷം പഠിക്കുക. ഇനി സ്റ്റേറ്റിൽ നമ്മുടെ റാങ്കിന് തൊട്ടടുത്ത് നിൽക്കുന്നവരാണെങ്കിൽ നമുക്ക് ആ രണ്ടാം ഘട്ടം കിട്ടിയ കോളേജ് വേണമെങ്കിൽ രജിസ്ട്രേഷൻ ഫീസ് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒഴിവാക്കിക്കൊണ്ട് സ്റ്റേറ്റിൻ്റെ രണ്ടാമത്തെ റൗണ്ട് നോക്കി
ആ കേരളത്തിൻ്റെ സാധ്യതകൾ നോക്കി മൂന്നാമത്തെ റൗണ്ടിൽ പുതിയതായി ഓപ്ഷൻ കൊടുത്താലും മതിയാകും. പക്ഷേ അത് ചുരുക്കം പേരെ ചെയ്യാവുള്ളൂ. കാരണം കഴിഞ്ഞ വർഷത്തെ റാങ്ക് ലിസ്റ്റ് നോക്കിയിട്ട് ഇത്രയധികം പേർക്ക് സ്റ്റേറ്റിൽ കേരള അലോട്ട്മെന്റ് വഴി കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് രണ്ടാമത്തെ റൗണ്ടിൽ കഴിഞ്ഞ വർഷം 960 ജനറൽ MBBS തീർന്നത്. പക്ഷേ നമ്മുടെ ലാസ്റ്റ് റാങ്ക് നോക്കിയാൽ 1500 1600 വരെയുള്ളവർക്ക് ജനറൽ MBBS കിട്ടിയിട്ടുണ്ട്. ഓരോ കാറ്റഗറിയിലും പെട്ടവർ, ഈഴവ സമുദായം 2200, മുസ്ലിം സമുദായം 2100 വരെയൊക്കെ കഴിഞ്ഞ വർഷം ലാസ്റ്റ് റാങ്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ കേരളത്തിൽ സേഫ് ആണ് എന്ന് വിചാരിച്ച് നിൽക്കരുത്. കാരണം രണ്ടാം ഘട്ടത്തിൽ കിട്ടിയതിനേക്കാളും വളരെ കുറച്ച് പേർക്ക് 10 12 പേരെ ഈ ലാസ്റ്റ് റാങ്കിനിടയിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളവർ, ബാക്കിയുള്ളവരെല്ലാം ഇതേ രീതിയിൽ രണ്ടാം റൗണ്ടിൽ ഓൾ ഇന്ത്യ തലത്തിൽ അഡ്മിഷൻ എടുത്തവരാണ്. അതുകൊണ്ട് ലാസ്റ്റ് റാങ്ക് നോക്കി കേരളത്തിൽ സേഫ് ആണ് എന്ന് വിചാരിച്ച് നിൽക്കുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ മാക്സിമം ഓപ്ഷൻ ഓൾ ഇന്ത്യയിൽ കൊടുത്തിട്ട് ആ കോളേജിൽ ചെന്ന് നോക്കുക. ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയെങ്കിൽ പഠിക്കാൻ പറ്റുന്നതാണോ, നല്ല അന്തരീക്ഷമാണോ, ഹോസ്റ്റലുണ്ടോ, ഫാക്കൽറ്റീസ് ഉണ്ടോ. നമ്മുടെ കുട്ടികൾ എല്ലാ കോളേജുകളിലും ഉണ്ട്. ഓൾ ഇന്ത്യ തലത്തിലുള്ള 299 കോളേജുകളിലും ബെർലിനിലെ സ്റ്റുഡൻസ് ഉണ്ട്. നിങ്ങൾ ആ കോളേജിൽ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവിടെ പഠിക്കാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ അവിടെ സന്തോഷത്തോടെ പഠിക്കുക. കേരളത്തിലെ അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ റിസ്ക് എടുക്കരുത്. ഇനി തൊട്ടടുത്ത് നിങ്ങളുടെ റാങ്ക് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, യാതൊരു കുഴപ്പവുമില്ല. എന്നിട്ട് നിങ്ങൾക്ക് ഇനി ഓൾ ഇന്ത്യ തലത്തിലൊരു സീറ്റ് കിട്ടി, നിങ്ങൾ അവിടെ ചെന്നപ്പോൾ സാഹചര്യം മോശമാണ്, യാത്ര ചെയ്യാനുള്ള സാഹചര്യമൊക്കെ കുറവാണെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കണ്ട. നിങ്ങളുടെ രജിസ്ട്രേഷൻ ഫീസ് നഷ്ടപ്പെടുമെന്ന് മാത്രമേ ഉള്ളൂ. ഈ വർഷം ബാക്കിയുള്ള സീറ്റുകളും മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് വഴി നമുക്ക് തന്നെ ലഭിക്കും. അതുകൊണ്ട് ഓൾ ഇന്ത്യ കോട്ടയിൽ രണ്ടാമത്തെ റൗണ്ടിൽ ഏറ്റവും കൂടുതൽ സീറ്റ് നികത്തപ്പെടുന്നത് ഈ അലോട്ട്മെൻറ്റിലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാക്സിമം ഓപ്ഷൻ കൊടുക്കുക. സെലക്റ്റീവ് ആകുന്നത് നല്ലതല്ല. എങ്ങനെയാണ് രണ്ടാമത്തെ റൗണ്ടിൽ നമുക്ക് ചോയ്സ് ഫില്ല് ചെയ്യേണ്ടത്? ഒന്നാമത്തെ റൗണ്ടിൽ നമുക്ക് 2020 സംഭവിച്ചതിൻ്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നോക്കിയാണ് നമ്മൾ ചോയ്സ് ഫില്ല് ചെയ്തതെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒന്നാം ഘട്ടത്തിലെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. അതിൻ്റെ റാങ്കിൻ്റെ ഓർഡറിലുള്ള ലിസ്റ്റ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അപ്ലോഡ് ചെയ്യാം. ഓൾ ഇന്ത്യ MBBS, BDS, ഡീംഡ്, ESI, IP, AIIMS അങ്ങനെയുള്ള ഓരോ കോളേജുകളുടെയും ലാസ്റ്റ് റാങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അപ്ലോഡ് ചെയ്യാം. അത് റൗണ്ട് 1-ൻ്റെയാണ്. അതനുസരിച്ച് നിങ്ങൾക്ക് പരിചയമില്ലാത്ത കോളേജുകളുടെ ഓപ്ഷൻ അതിൻ്റെ പ്രിഫറൻസ് ഓർഡറിൽ നിങ്ങൾക്ക് ക്രമീകരിക്കാൻ സാധിക്കും. ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, ഓൾ ഇന്ത്യ തലത്തിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ അലോട്ട്മെൻറ്റിൽ ഒരു സീറ്റ് ലഭിച്ചാൽ നിങ്ങൾ അവിടെ പോയി ചേർന്നില്ല എങ്കിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ ഫീസ്, അതായത് ജനറൽ വിഭാഗത്തിന് 10,000 രൂപയും OBC വിഭാഗത്തിന് 5,000 രൂപയും ഡീംഡ് മെഡിക്കൽ കോളേജുകൾക്ക് വേണ്ടി നിങ്ങൾ 2 ലക്ഷം രൂപ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തുകയും നഷ്ടപ്പെടും. മൂന്നാമത്തെ റൗണ്ടിൽ നിങ്ങൾക്ക് പുതിയതായി രജിസ്റ്റർ ചെയ്ത് ഓപ്ഷൻ വേക്കൻസി സീറ്റിനനുസരിച്ച് ഫില്ല് ചെയ്യാൻ അനുവദിക്കുകയും ചെയ്യും. നമുക്ക് രണ്ടാം ഘട്ടത്തിൽ ഒരു സീറ്റിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ നമ്മളവിടെ പോയി ചേർന്ന് കഴിഞ്ഞാൽ അത് MBBS ആണെങ്കിലും BDS ആണെങ്കിലും കാറ്റഗറി വെച്ചിട്ടുള്ളതാണെങ്കിലും ESI IP കോട്ടയാണെങ്കിലും പിന്നീട് മറ്റൊരു കോഴ്സിനും മറ്റൊരു കോളേജിലും ഒരു സ്റ്റേറ്റ് കൗൺസിലും നിങ്ങളെ പരിഗണിക്കുകയും ഇല്ല. നിങ്ങൾക്ക് ഒന്നാമത്തെ റൗണ്ടിൽ കേരള അലോട്ട്മെൻറ്റ് വഴി ഒരു സീറ്റ് ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾ കേരളത്തിലെ ഗവൺമെൻറ് MBBSലോ ഗവൺമെൻറ് BDSോ സെൽഫ് ഫിനാൻസിങ് മേഖലയിലോ നിങ്ങളൊരു അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. രണ്ടാം ഘട്ടത്തിൽ നിങ്ങൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്തു, നിങ്ങൾക്കൊരു അലോട്ട്മെൻറ്റ് കിട്ടി. ഓൾ ഇന്ത്യ തലത്തിൽ നിങ്ങൾക്കൊരു അലോട്ട്മെൻറ്റ് കിട്ടി എന്ന് വിചാരിച്ചുകൊണ്ട് സ്റ്റേറ്റ് കോട്ടയിൽ എടുത്തിരിക്കുന്ന സീറ്റ് നിങ്ങൾക്ക് നഷ്ടമാവുകയില്ല. നിങ്ങൾക്ക് ഓൾ ഇന്ത്യ തലത്തിലൊരു സീറ്റ് കിട്ടി, നിങ്ങൾ അത് തൃപ്തരാണ് എന്ന് മനസ്സിലാക്കി നിങ്ങൾ സ്റ്റേറ്റ് കോട്ടയിൽ വന്ന് TC മേടിച്ചാൽ മാത്രമേ നിങ്ങളുടെ അഡ്മിഷൻ സ്റ്റേറ്റ് കോട്ട വഴിയുള്ള റദ്ദാകപ്പെടുകയുള്ളൂ. നിങ്ങൾക്കൊരു അലോട്ട്മെൻറ്റ് കിട്ടി എന്ന് വിചാരിച്ചുകൊണ്ട് സ്റ്റേറ്റ് കോട്ടയിൽ ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അഡ്മിഷൻ നഷ്ടപ്പെടുകയില്ല. നിങ്ങൾക്ക് ഓൾ ഇന്ത്യ കോട്ടയിലേക്ക് പോകണമെങ്കിൽ സ്റ്റേറ്റ് കോട്ടയിൽ നിന്ന് TC മേടിക്കണം. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കും. ഓൾ ഇന്ത്യ കോട്ടയിലേക്ക് പോകുവാൻ വേണ്ടി ഇവിടുന്ന് TC മേടിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ MBBS BDSൻ്റെ രണ്ടാം ഘട്ടത്തിൽ നിന്ന് നിങ്ങൾ ഔട്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ ഓൾ ഇന്ത്യ കോട്ടയിൽ ഒന്നാം ഘട്ടത്തിൽ നിങ്ങൾക്കൊരു കോളേജ് കിട്ടി, നിങ്ങൾ അവിടെ പോയി ചേർന്നു, അപ്ഗ്രഡേഷൻ വില്ലിങ്നെസ് പറഞ്ഞു. രണ്ടാം ഘട്ടത്തിൽ നിങ്ങൾ ആ കോളേജിനേക്കാളും ഏറ്റവും താല്പര്യമുള്ള ഓപ്ഷൻസ് മാത്രമേ ഓൾ ഇന്ത്യ തലത്തിൽ ഫില്ല് ചെയ്യാവുള്ളൂ. നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയ കോളേജ് നിങ്ങൾക്ക് അതിനകത്ത് എൻട്രി ചെയ്യുകയും വേണ്ട. അത് നിങ്ങളുടെ ചോയ്സ് ഫില്ലിങ്ങിനകത്ത് കാണും. ഇപ്പോൾ ഓൾ ഇന്ത്യ തലത്തിൽ നിങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ വീണ്ടും കോട്ടയം ചോയ്സ് ഫില്ലിങ്ങിനകത്ത് കാണും. അതും നിങ്ങൾ വെക്കേണ്ടതില്ല. കോട്ടയത്തിനേക്കാളും, അതായത് നിങ്ങൾക്ക് കിട്ടിയതിനേക്കാളും താല്പര്യമുള്ള കോളേജുകൾ മാത്രം നിങ്ങൾ ഓൾ ഇന്ത്യ തലത്തിൽ ഓപ്ഷൻ ചോയ്സ് ഫില്ലിംഗ് നടത്തിയാൽ മതിയാകും. അങ്ങനെ നമുക്കൊരു സീറ്റ് കിട്ടി അതിനേക്കാളും മുകളിൽ കൊടുക്കുമ്പോൾ അത് കിട്ടിയാൽ നിർബന്ധമായും നിങ്ങൾ അതിൽ ചേർന്നിരിക്കുകയും ചെയ്യണം. ഒന്നാമത്തെ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് റദ്ദായിട്ടുണ്ടാവും. പക്ഷേ ഫ്രീ എക്സിറ്റ് എടുത്തവരെ, ഒന്നാം ഘട്ടത്തിൽ നിങ്ങൾക്ക് ഒരു അലോട്ട്മെൻറ്റ് കിട്ടി, നിങ്ങൾ ഫ്രീ എക്സിറ്റ് ആണ്, അതായത് റിപ്പോർട്ട് ചെയ്തില്ല,
നിങ്ങൾക്ക് ആ രണ്ടാം ഘട്ടത്തിൽ മുഴുവൻ ചോയ്സുകളും ഫില്ല് ചെയ്യാം. ആദ്യത്തെ ഘട്ടത്തിൽ കിട്ടിയ കോളേജ് ഉൾപ്പെടെ നിങ്ങളുടെ താല്പര്യമുള്ള മുഴുവൻ ചോയ്സുകളും 299 ഓപ്ഷനിൽ നിങ്ങൾക്ക് എത്ര കോളേജുകൾ താല്പര്യമുണ്ടോ അത്രയും കോളേജുകൾ നിങ്ങളുടെ പ്രിഫറൻസ് ഓർഡറിൽ ഫില്ല് ചെയ്യാം. രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിൻ്റെ സീറ്റ് മെട്രിക്സ് ഇതുവരെയും അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടില്ല. അതായത് ഒന്നാം ഘട്ടത്തിൽ എത്ര കോളേജിൽ ഏതൊക്കെ സീറ്റിൽ ആൾക്കാർ ഫില്ലായി, ഇനി നമുക്ക് എത്ര സീറ്റ് വേക്കൻസി ഉണ്ട്, രണ്ടാം ഘട്ടത്തിന് വേണ്ടിയിട്ടുള്ള സീറ്റ് മെട്രിക്സ് 2 ഇതുവരെ നിലവിൽ വന്നിട്ടില്ല. ഇന്ന് വൈകുന്നേരത്തോടു കൂടി അത് അപ്ലോഡ് ആവും. അതനുസരിച്ച് നമുക്ക് കോളേജുകളുടെ വേക്കൻസി പൊസിഷൻ അറിയാം. പക്ഷേ അതിനനുസരിച്ചല്ല നമ്മൾ ഓപ്ഷൻ ഫില്ല് ചെയ്യേണ്ടത്. ഇപ്പം എയിംസ് ഭുവനേശ്വറിലും ഭോപ്പാലിലും ഒക്കെ 2-3 സീറ്റുകൾ വേക്കൻസി ഉണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള കോളേജുകളിൽ വേക്കൻസി ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാം. അതിനനുസരിച്ച് ആ വേക്കൻസി ഉള്ള കോളേജുകളിൽ മാത്രമല്ല ഓപ്ഷൻ കൊടുക്കേണ്ടത്. ഒന്നാമത്തെ റൗണ്ടിൽ നമ്മൾ എങ്ങനെ ഓപ്ഷൻ കൊടുത്തോ, നമ്മളുടെ പ്രിഫറൻസ് ഓർഡർ എന്താണോ, ഏത് കോളേജിലാണോ പഠിക്കാൻ നമുക്ക് താല്പര്യം, ആ മുഴുവൻ കോളേജുകളും നമ്മളുടെ ഓപ്ഷൻ ഫില്ല് ചെയ്യണം. അവിടെ വേക്കൻസി ഉണ്ടോ ഇല്ലോ എന്ന് നമ്മൾ യാതൊരു കാരണവശാലും നോക്കേണ്ടതില്ല. കൂടുതൽ വേക്കൻസി ഉണ്ടോ എന്നും നോക്കേണ്ടതില്ല. നമ്മളുടെ പ്രിഫറൻസ് ഓർഡർ അനുസരിച്ച് ഈ കോളേജുകളെല്ലാം നമ്മുടെ ലിസ്റ്റിൽ ഉണ്ടായാൽ മാത്രം മതിയാകും. കാരണം നമുക്കിപ്പോൾ ഒരു കോളേജ്, ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ എയിംസ് ഡൽഹിയിൽ വേക്കൻസി ഉണ്ടാകാൻ സാധ്യതയില്ല. ജിപ്മറിൽ താഴോട്ട് ഇങ്ങോട്ട് എയിംസ് ഭുവനേശ്വർ ഭോപ്പാലൊക്കെ ഈ താഴത്തെ ഒരു കോളേജിൽ നിന്ന് ഒരു സീറ്റ് മുകളിലോട്ട് കിട്ടിയാൽ ഈ സീറ്റ് മെട്രിക്സിൽ ഇല്ലാത്തൊരു കോളേജിൽ വേക്കൻസി വരും. അതും ഈ അലോട്ട്മെന്റ് വഴി തന്നെ ഫില്ല് ചെയ്യപ്പെടും. അതുകൊണ്ട് വേക്കൻസി നമുക്ക് എത്ര വേക്കൻസി ഉണ്ടെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ്. അതിനനുസരിച്ചല്ല ചോയ്സ് ഫില്ല് ചെയ്യേണ്ടത്. നിങ്ങളുടെ പ്രിഫറൻസ് ഓർഡറിലുള്ള എല്ലാ കോളേജുകളും റൗണ്ട് 1-ൽ നിങ്ങൾ എങ്ങനെ ഓപ്ഷൻ കൊടുത്തോ അതനുസരിച്ച് മുഴുവൻ കോളേജുകളും നിങ്ങൾക്ക് പ്രയോറിറ്റി ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്കൊരു സീറ്റ് ലഭിച്ചിട്ട് മാത്രമേ നിങ്ങളുടെ ഒന്നാമത്തെ ഓപ്ഷൻ മുതൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന എല്ലാം താഴോട്ട് നോക്കി നിങ്ങൾക്കൊരു സീറ്റ് തന്നതിന് ശേഷം മാത്രമേ നിങ്ങളുടെ തൊട്ടടുത്ത റാങ്കുകാരൻ്റെ ഓപ്ഷൻ എന്താണെന്ന് പോലും പരിശോധിക്കുകയുള്ളൂ. MCCയുടെ സൈറ്റിൽ ഒന്നാമത്തെ റൗണ്ടിന് വേണ്ടി നിങ്ങൾ ചോയ്സ് ഫില്ല് ചെയ്തപ്പോൾ ഗവൺമെൻറ് മേഖലയിൽ മാത്രമേ ചോയ്സ് ഫില്ല് ചെയ്യാൻ ആഗ്രഹിച്ചുള്ളൂ. 10,000 രൂപയോ 5,000 രൂപയോ അടച്ചാണ് രജിസ്റ്റർ ചെയ്തത്. രണ്ടാം ഘട്ടത്തിൽ നമുക്ക് ഡീംഡ് മെഡിക്കൽ കോളേജിൽ കൂടി ഉൾപ്പെടുത്തണമെങ്കിൽ 2,05,000 രൂപ രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കുവാനായി റീസെറ്റ് ബട്ടൺ ഉണ്ട്. നിങ്ങൾക്ക് ഒന്നാമത്തെ രജിസ്ട്രേഷൻ റീസെറ്റ് ചെയ്ത് അൺലോക്ക് ചെയ്ത് ഡീംഡും കൂടെ സെലക്ട് ചെയ്ത് 2,05,000 ബാക്കി എത്രയാണോ തുക, ആദ്യം നമ്മൾ 10,500 അടച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കി തുക അടച്ച് ഓൺലൈൻ വഴി ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ് വഴി ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്ത് 2,05,000 ആക്കി ഈ രണ്ടാം ഘട്ടത്തിൽ ഡീംഡ് മെഡിക്കൽ കോളേജുകൾക്കും വേണമെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ ഫില്ല് ചെയ്യാം. ചോയ്സുകൾ ഫില്ല് ചെയ്യേണ്ടതിൻ്റെ നമ്മൾ റൗണ്ട് 1-ൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു എങ്ങനെയാണ് ചോയ്സ് ഫില്ല് ചെയ്യേണ്ടത്, ചോയ്സ് ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അത് വീണ്ടും ആവർത്തിക്കുന്നില്ല. നിങ്ങൾ റൗണ്ട് 1-ൻ്റെ ചോയ്സ് ഫില്ലിംഗ് കണ്ട് മനസ്സിലാക്കുക. നമുക്ക് കോളേജുകളുടെ ഫീസ് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ചോയ്സിൻ്റെ നേരെ തന്നെയുണ്ട്. ആ ചോയ്സ് നിങ്ങളുടെ കർസർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ കോളേജിലെ ഫീസ് സ്ട്രക്ചർ നിങ്ങൾക്ക് കാണാം. ഓരോ സ്റ്റേറ്റിലും അതാത് നിയമത്തിനനുസരിച്ച്, ആ സ്റ്റേറ്റിൻ്റെ നിയമത്തിനനുസരിച്ചാണ് ഫീസ്. കേരളത്തിൽ 26,000 അടുത്താണ് ഗവൺമെൻറ് MBBSൻ്റെ ഫീസെങ്കിൽ തമിഴ്നാട്ടിൽ അത് 10,000 അടുത്താണ്, കർണാടകത്തിൽ 75,000 അടുത്താണ്, പോണ്ടിച്ചേരിയിൽ 1 ലക്ഷമാണ്, മഹാരാഷ്ട്രയിൽ 1 ലക്ഷമാണ്, ഗോവയിൽ 1 ലക്ഷമാണ്, വെസ്റ്റ് ബംഗാളിൽ അത് 25,000 അപ്പം ഓരോ സ്റ്റേറ്റിലും ഓരോ കോളേജുകൾക്കും ഫീസ് വ്യത്യാസമുണ്ട്. ESI കോളേജുകളിൽ ഓൾ ഇന്ത്യ കോട്ട വഴിയാണെങ്കിൽ 1 ലക്ഷം രൂപയാണ് ഫീസ്. ESI IP വാർഡുകൾക്ക് ESI IP കോട്ടയിലാണെങ്കിൽ 25,000 രൂപ മാത്രമേ ഫീസുള്ളൂ. ഡീംഡ് മെഡിക്കൽ കോളേജുകളുടെ ഫീസ്, അപ്പം നിങ്ങൾ ചോയ്സ് ഫില്ല് ചെയ്യുന്നതിൻ്റെ ഫീസ് എത്രയായിരിക്കണം എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കണം. അതുപോലെ ESI IP വാർഡൊക്കെ നിങ്ങൾ ഓപ്ഷൻ കൊടുക്കുമ്പോൾ നിങ്ങളുടെ IP കോട്ടയ്ക്കനുസരിച്ചുള്ള ഈ 11 കോളേജുകളിലും ഓപ്ഷൻ കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഓൾ ഇന്ത്യ കോട്ടയിൽ MBBS എടുക്കുമ്പം MBBSൻ്റെയും BDSൻ്റെയും ഓപ്ഷൻസ് അതിനകത്ത് ഉണ്ടായിരിക്കും. MBBS ആണ് നിങ്ങൾ ആദ്യം കൊടുക്കുന്നതെങ്കിൽ MBBS എന്ന് തന്നെ സെലക്ട് ചെയ്ത് അത് അതിൻ്റെ ചോയ്സ് ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ പ്രിൻ്റ് ഔട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് MBBSൻ്റെ ഓപ്ഷൻ തന്നെയാണ് വന്നിരിക്കുന്നതെന്ന് ഉറപ്പ് വരുത്തണം. കാരണം ഒരു അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ഇപ്പം നമ്മൾ MBBSൻ്റെ ആണ് ആഗ്രഹിച്ചത്, പക്ഷേ ഒരു കോളേജിൻ്റെ സെലക്ട് ചെയ്തപ്പോൾ BDS ആയിപ്പോയി, നിങ്ങൾക്ക് ആ കോളേജ് അലോട്ട് ചെയ്യപ്പെടും. നിങ്ങൾക്ക് ആ കോളേജിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്തില്ല എങ്കിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ ഫീസ് നഷ്ടപ്പെടും. ആ റാങ്കിനനുസരിച്ച് മറ്റൊരു നല്ല കോളേജ് കിട്ടുമായിരുന്നത് അതും നഷ്ടപ്പെടും. അതുകൊണ്ട് രണ്ടാം ഘട്ടത്തിൽ ഫില്ല് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. MBBS ആണോ എന്ന് തന്നെ നിങ്ങളുടെ പ്രിഫറൻസ് ഓർഡർ നോക്കി മനസ്സിലാക്കണം. ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിൻ്റെ സീറ്റ് മെട്രിക്സ്, ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ്, അതുപോലെ കൂടുതൽ വാർത്തകളുമായി ഉടൻ തന്നെ വീണ്ടും ബ്രില്യൻറ്റ് യൂട്യൂബ് ചാനൽ വഴി കാണാം. നന്ദി, നമസ്കാരം.